സർ ഒന്നും കേൾക്കണില്ല. ഓക്കെ, മ്യൂട്ടിലായിരുന്നു, സോറി. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഓസിലേഷൻസിൽ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷനെ കുറിച്ചിട്ടാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഒരു ഒബ്ജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വസ്തു സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് എങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഒരു പ്രത്യേക ഫോമിൽ എഴുതാൻ പറ്റും. അതായത് ഒന്നുകിൽ സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സൈൻ പ്ലസ് കോസ് അല്ലെങ്കിൽ കോസ് സൈൻ മൈനസ് കോസ് എന്നൊക്കെയുള്ള ലീനിയർ കോമ്പിനേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് എഴുതുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് ആകണമെന്നില്ല. സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നുള്ള ഫോമിലൊക്കെ വന്നാൽ, അല്ലെങ്കിൽ മൈനസ് കോസ് ഒമേഗ ടി എന്നുള്ള ഫോമിലൊക്കെ വന്നാൽ സിമ്പിൾ ഹാർമോണിക് ആണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോം എന്ന് പറയുന്നത് y(x) = a sin ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻ ആണ്. അതിന്റെ ഓരോ ടേമും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിള് അതിന്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മെയിൻ പൊസിഷനിൽ നിന്നും മാക്സിമം ഉണ്ടാകാവുന്ന വേരിയേഷൻ എത്രയാണ്, മാക്സിമം ഉണ്ടാകാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നാണ് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിലാകാം, നെഗറ്റീവ് ഡയറക്ഷനിലാകാം. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എത്രയാണ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ പെൻഡുലം സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ ആംഗിൾ ആണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ആംഗിളിന്റെ മാക്സിമം എത്ര വരെ ഇൻക്രീസ് ചെയ്യാം. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി സിമ്പിൾ പെൻഡുലം തൂങ്ങി നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ നമ്മൾ ആ ബോബിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംഗിൾ വർദ്ധിക്കും. ആ സ്ട്രിങ്ങും വെർട്ടിക്കൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിള്, ആ ആംഗിള് മാക്സിമം എത്തും. അവിടെ നിന്ന് റിലീസ് ചെയ്താൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമ്പോൾ 0 ആവും. പിന്നെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ മൈനസ് മാക്സിമത്തിലേക്ക് പോകും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് സിമ്പിൾ പെൻഡുലം. സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിന്റെ ടിപ്പ് അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ ലോഡ് ചെയ്ത മാസിന്റെ പൊസിഷൻ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം എത്ര താഴേക്ക് വരുന്നു, മാക്സിമം എത്ര മുകളിലേക്ക് പോകുന്നു. ഇതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് ക്ലിയർ. പിന്നെ ഞാൻ അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ പറഞ്ഞു. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ് ഒമേഗ. അതും സാധാരണ ഫ്രീക്വൻസി തമ്മിലുള്ള ബന്ധം ഒമേഗ = 2π nu ആൻഡ് ഒമേഗ = 2π nu എന്ന് പറയുമ്പോൾ 2π/t എന്നാണ്. അത് ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഫേസ് വളരെ പ്രധാനമാണ്. ടോട്ടൽ ഫേസ് ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന സൈൻ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റിനെയാണ് ടോട്ടൽ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ഫേസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് t0 ആകുമ്പോഴുള്ള ഫേസ് ആണ്, ഇനീഷ്യലി ഉള്ള ഫേസ് ആണ്, അത് ഫൈ ആണ്. അങ്ങനെ ആ ഓരോ ടേമും നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്കിന്ന് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ. ഫസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ,
ഇവിടെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഓരോ ടേമും പ്രത്യേകം ഓർത്തിരിക്കണം. ഇത് ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ആർഗ്യുമെന്റ് ഓഫ് സൈൻ ഓർ കോസൈൻ ഫംഗ്ഷൻ, അതായത് ഒമേഗ ടി പ്ലസ് ഫൈവ് നമ്മൾ ഇൻസ്റ്റന്റീനിയസ് ഫേസ്. റിസൾട്ട് ഞാൻ എഴുതിയിട്ടത് തുടർന്ന് ചെയ്യുന്ന പാർട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിഫറൻഷ്യൽ സൈൻ ബി ടി പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു സൈൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ കോൺസ്റ്റന്റ് ആണ്, ബി കോൺസ്റ്റന്റ് ആണ്, സി കോൺസ്റ്റന്റ് ആണ്. യു വിൽ ഗെറ്റ് ആൻസർ ആസ് എ ബി കോസ് ബി ടി പ്ലസ് സി. അതേപോലെ ഇതും മുമ്പ് പഠിച്ചതാണ്. ആദ്യത്തെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കൂടുതൽ പറയുന്നില്ല. ഇതതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. അതായത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. Question is on displacement of a particle in simple harmonic motion is given by x is equal to 5 sine 10t minus pi by 6. X is in meter. Find the amplitude, initial phase, time period and displacement at t is equal to 10. ഇതൊക്കെയല്ല, ഡിസ്പ്ലേസ്മെന്റ് at t equal to 10 സെന്റിമീറ്റർ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണണം, ഇനീഷ്യൽ ഫേസ് കാണണം, ടൈം പീരീഡ് കാണണം. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ തുടങ്ങി 10 സെക്കൻഡ് കഴിയുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നാണ് ഇതുകൊണ്ട് ലാസ്റ്റ് പാർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ഓരോന്നും നമ്മൾ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. So the equation for the displacement is x is equal to 5 sin 10t minus pi by 6. Okay ആണല്ലോ, ഈ ക്വസ്റ്റ്യൻ എഴുതണം. Okay, displacement of a particle in simple harmonic motion is given by x is equal to 5 sin 10t minus pi by 6. X is in meter. എക്സ് മീറ്ററിലാണ് തന്നിട്ടുണ്ട്. അപ്പൊ എസ് ഐ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് മീറ്ററിലാണ്, ടി സെക്കൻഡിലായിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റിനുള്ള സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യണം. സോ യു ഷുഡ് കമ്പയർ ദിസ് വിത്ത് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് വരുന്നത് 5 ആണ്. So first you can write the amplitude of the simple harmonic motion A is equal to 5 meter. Just a comparison. ഒമേഗ എന്ന് പറയുന്നത്, ഒമേഗ ടി എന്നുള്ള ടേമിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 10t എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 10. ഒമേഗന്റെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. രണ്ടായാലും റേഡിയൻസ് പെർ സെക്കൻഡ് യൂണിറ്റ്. ഇനി അടുത്തത് വരുന്നത് 5 ആണ്. 5ന്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് 5/6 ആണ്. അതോടൊപ്പം അതിന്റെ മുൻപ് ടൈം പീരീഡ് കാണണം. ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനീഷ്യൽ ഫേസ് ഈ 5ന്റെ സ്ഥാനത്ത് വരുന്ന മൈനസ് 5/6 ആണ്. നമുക്ക് പറയാം. അതിന് മുൻപ് ടൈം പീരീഡ് കാണണം. ടൈം പീരീഡ് കാണാൻ നമുക്ക് ടൈം പീരീഡ് നേരിട്ട് ഇതിൽ തന്നിട്ടില്ല. പക്ഷെ ഒമേഗ കിട്ടിയാൽ നമുക്ക് ടൈം പീരീഡ് കണ്ടെത്താൻ പറ്റും. കാരണം വി ഹാവ് ദി റിലേഷൻ ടി ഈക്വൽ ടു 2π/ഒമേഗ. ടി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ. അപ്പൊ 2π/10 എന്ന് വരും. 0.628 സെക്കൻഡ് എന്ന് കിട്ടും. So this is the time period of the simple harmonic motion. ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ ടൈം പീരീഡ് 0.628 സെക്കൻഡ് ആണ്. അതിങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം പരീക്ഷയ്ക്ക്. ഇപ്പൊ ഇത് കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾ എഴുതണം. ഓസിലേഷൻ ചാപ്റ്ററിലുള്ള ഇക്വേഷനും അടുത്ത ചാപ്റ്ററായ വേവ്സിലും ഇതേപോലത്തെ ഇക്വേഷൻ ഉണ്ട്, വേവിനുള്ള ഇക്വേഷൻ ഉണ്ട്. അതും ചോദിക്കാം. അതാകുമ്പോൾ ഇതിലൊരു ഒരു ടേമും കൂടി വരും ബ്രാക്കറ്റിന്റെ ഉള്ളിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് കണ്ടു. അപ്പൊ ഈ ഒമേഗയുടെ റിലേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനുണ്ട്. ടി ഈക്വൽ ടു 2π/ഒമേഗ. അടുത്തത് ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ എന്നുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം, എന്നാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഇത് 5യുടെ സ്ഥാനത്ത് വരുന്ന ആളാരാണ്? അപ്പൊ ഇതിന് നമുക്ക് 10t പ്ലസ് മൈനസ് 5/6 എന്ന് എഴുതാം. സോ 5 is equal to മൈനസ് 5/6. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത്രയാണ് ചോദിക്കാറ്. ഇനി ചിലപ്പോ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതുപോലെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ട് ഞാൻ ആഡ് ചെയ്തത്. സോ 10 സെക്കൻഡ് ടി ആകുമ്പോൾ വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 5 സൈൻ 10t മൈനസ് 5/6 എന്ന ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഇക്വേഷൻ. അപ്പൊ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ്. 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ടിക്ക് 10 സെക്കൻഡ് എന്ന് കൊടുക്കണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. when t equal to 10 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് is equal to x is equal to 5 sin 10t minus 5/6. അപ്പൊ ടിക്ക് 10 കൊടുക്കുക. സോറി, 2 സെക്കൻഡ് ആണ്. ഒരു മിനിറ്റ്, ലെറ്റ് മീ കറക്റ്റ്. Displacement t is equal to 2 seconds. So displacement at t equal to 2 സെക്കൻഡ് ആണ്. 10 എന്നാണ് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തത്, മാറിയിട്ടുണ്ട്.
2 സെക്കൻഡ് കഴിയുമ്പോൾ 10 ആണെങ്കിൽ 10, 2ന്റെ സ്ഥാനത്ത് 10 ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. ഞാൻ അവിടെ ചെയ്തത് 2 വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് 2 ആക്കി. ഓക്കെ, അപ്പോൾ when t equal to 2 seconds, the displacement x is equal to 5 sin 10t minus pi by 6. ഇതാണ് ഇക്വേഷൻ, തന്നിട്ടുള്ള ഇക്വേഷൻ. ഇതിന് ടിക്ക് 2 എന്ന് കൊടുക്കണം. സോ 5 sin 10 into 2 മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 3.14 എന്ന് എടുത്തു ബൈ 6. അപ്പോൾ 5 sin 19.477 റേഡിയൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് നിങ്ങൾ തെറ്റിക്കുക. അപ്പോൾ ഇത്രയും ഈ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും കാൽക്കുലേറ്ററിൽ സൈൻ 19.477 എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അത് റേഡിയനിലാവണമെന്നില്ല. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ റേഡിയൻ മെഷർ ഉണ്ട്. റേഡിയൻ, ഡിഗ്രി, ഗ്രേഡിയൻ എന്നുള്ള 3 ആംഗിൾ മെഷർ കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റും. അതിൽ ഈ കേസിൽ 19.477 അല്ലെങ്കിൽ ഈ വേവ്സ് ആൻഡ് ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഈ സൈനിന്റെയും കോസിന്റെയും ആർഗ്യുമെന്റ് ആയിട്ട് വരും. ഇവിടെ കണ്ടോ പൈ ബൈ 6 എന്നാണ് ഇവിടെ കൊടുത്തത്. ദിസ് ഈസ് ഇൻ റേഡിയൻ. അപ്പൊ ഇതും റേഡിയനിൽ തന്നെയാണ്. അപ്പൊ ഈ ആംഗിളിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് റേഡിയൻ ആണ്. മനസ്സിലായല്ലോ? അപ്പോ ഇത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് റേഡിയനിലായിരിക്കും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ 19.477 എന്ന് പറഞ്ഞാൽ അത് ഡിഗ്രി അല്ല. സൈൻ 19 ഡിഗ്രി അല്ലെങ്കിൽ 19.5 ഡിഗ്രി എന്നുള്ളത് കൊടുത്താൽ ആൻസർ കിട്ടും, പക്ഷെ ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് ഈസ് 19.477 റേഡിയൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ റേഡിയനെ നേരിട്ട് കാൽക്കുലേറ്ററിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാൽക്കുലേറ്ററിലെ ആംഗിൾ യൂണിറ്റ് റേഡിയൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് റേഡിയനിലാക്കിയിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ഡിഗ്രിയിൽ ചെയ്യാം. അപ്പൊ ഈ 19.477 ഡിഗ്രി ആക്കി മാറ്റണം. മനസ്സിലായല്ലോ? 19.477 ഡിഗ്രി ആക്കി മാറ്റാൻ ഒരു ആംഗിളിനെ ഡിഗ്രി ആക്കി മാറ്റാനുള്ള റിലേഷൻ നമ്മൾ ആദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പൊ 180 ഡിവൈഡഡ് ബൈ പൈ എന്നുള്ള ഫാക്ടർ കൊണ്ട് ഗുണിച്ചാൽ യു വിൽ ഗെറ്റ് ആംഗിൾ ഇൻ ഡിഗ്രീസ്. അപ്പൊ ഡിഗ്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ 19.477 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ ഡിഗ്രിയിൽ കൊടുക്കാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഇത്തരം പ്രോബ്ലംസിലൊക്കെ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലൊക്കെ ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസിലും നിങ്ങൾ ഈ സൈൻ ഫംഗ്ഷന്റെയോ കോസ് ഫംഗ്ഷന്റെയോ ഒക്കെ ആർഗ്യുമെന്റ് ആയിട്ട് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ അത് ഇറ്റ് വിൽ ബി ഇൻ റേഡിയൻ. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ സാധാരണ പോലെ ഡിഗ്രി മെഷറിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. യു ഷുഡ് സെറ്റ് യുവർ കാൽക്കുലേറ്റർ ഇൻ ടു റേഡിയൻ മെഷർ. നിങ്ങൾ കാൽക്കുലേറ്റർ റേഡിയനിൽ ഇട്ടിട്ട് ചെയ്യണം. 19.477 റേഡിയൻ ആക്കിയിട്ട് ചെയ്യണം. അതാണ് ഞാൻ റേഡിയൻ എന്ന് പ്രത്യേകം കൊടുക്കാൻ കാരണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആൻസർ ഇതിനൊരു വാല്യൂ കിട്ടും. അതിന് 5 കൊണ്ട് ഗുണിച്ചാൽ അറൌണ്ട് 2.9 കിട്ടും. 2.9 സംതിങ്, ചിലർക്ക് 2.97 എന്നൊക്കെ വരും. അത് നിങ്ങൾ ഡിഗ്രിയിലാക്കി മാറ്റുമ്പോൾ ചെറിയൊരു ഡെസിമൽ പോയിന്റിലേക്ക് മാറ്റം കൊണ്ട് ചെറിയ വേരിയേഷൻസ് വരും. 2.9 എന്നുള്ളതിന് പകരം ഒരു രീതിയിൽ ചെയ്താൽ 2.967 എന്നൊക്കെ കിട്ടും. ഒരു രീതിയിൽ ചെയ്താൽ 2.85 എന്നോ ആ രീതിയിലൊക്കെയാണ് വരിക. So around 2.9 centimeter approximate. So this is the displacement. Okay, ഈ ഡിഗ്രി മെഷർ റേഡിയൻ മെഷർ ആണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ കിട്ടുന്നത് നിങ്ങൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുക? അപ്പൊ ആ ഇക്വേഷൻ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാകാൻ കൂടി നല്ലതാണിത്. ഓക്കെ, ഒരു സ്പ്രിംഗിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇതെന്ന് സങ്കല്പിച്ചാൽ എവറിത്തിങ് വിൽ ബി വെരി ക്ലിയർ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും. ഓസിലേഷൻ ഇല്ലാതെ സ്പ്രിംഗ് നിൽക്കുന്ന പോയിന്റ് സങ്കല്പിക്കുക, ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. അവിടെ നിന്ന് സ്പ്രിംഗ് മാക്സിമം ഇലോങ്ങേഷനിൽ എത്തുന്ന പോയിന്റ് എത്രയാണോ ആ ഗ്യാപ്പാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ മാക്സിമം കംപ്രഷൻ മോഡിൽ എത്തുമ്പോൾ മാസ് എവിടെയാണോ ഇക്വിലിബ്രിയം പൊസിഷൻ അവിടേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2π ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് അതിന്റെ സാധാരണ ഫ്രീക്വൻസിയാണ്. ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഫൈക്ക് പ്രാധാന്യം വരുന്നത് ഒന്നിലധികം ഓസിലേറ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ എങ്കിൽ ഫൈ ക്യാൻ ബി ടേക്കൺ as 0 വിത്തൗട്ട് എനി ലോസ് ഓഫ് ജനറാലിറ്റി. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഫൈ നിങ്ങൾക്ക് 0 എന്ന് എടുക്കാൻ പറ്റും. രണ്ടെണ്ണം വരുമ്പോഴാണ് ഒന്ന് 0 എന്ന് എടുക്കാം. അപ്പൊ രണ്ടാമത്തെ അതിനെ അപേക്ഷിച്ച് എത്രയാണ്? ചിലപ്പോൾ 0 ആവാം, അല്ലെങ്കിൽ ഒരേ ഫേസിൽ തന്നെ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ 0 ആകും. അല്ല ഫേസ് മാറ്റം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫൈ മാറി വരും. ഓക്കെ, the next topic is simple harmonic motion and equivalent uniform circular motion.
അപ്പോ ഓരോ സിമ്പിൾ ഹാർമോണിക് മോഷനും നമ്മൾ പറയാം അതിന്റെ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നോ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നോ ഓഫ് കോഴ്സ് പ്ലസ് ഫൈ അവിടെ ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഓ ആ മുന്നത്തെ സ്ലൈഡ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കൂ. ദിസ് വൺ. ഓക്കെ, അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ നിങ്ങൾ പഠിച്ചതായത് കൊണ്ടാണ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷനും ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷനും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു ഈ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നുള്ള സാധനം, ആംഗുലാർ ഒമേഗ എന്നുള്ള ആളെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ. അവിടെ ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് ആംഗിൾ കവേർഡ് ഇൻ യൂണിറ്റ് ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു യൂണിഫോം സർക്കുലർ മോഷൻ സങ്കല്പിക്കുക വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പൊ ആ ഒരു സർക്കുലർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഇതാണ് ആ സർക്കിൾ എന്ന് സങ്കല്പിക്കുക. ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി പാർട്ടിക്കിൾ. അപ്പോൾ ടി സെക്കൻഡ് കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇങ്ങനെ മൂവ് ചെയ്ത് ടി സെക്കൻഡോട് ഇവിടെ. അപ്പൊ ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ടി ആയിരിക്കും. ഇഫ് ഒമേഗ ഇസ് ദി യൂണിഫോം ആംഗുലാർ വെലോസിറ്റി, ദിസ് ആംഗിൾ വിൽ ബി ഒമേഗ ടി. ഇനി ആംഗുലാർ ഫ്രീക്വൻസിനെ നമ്മൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദി ആംഗിൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ്, മീൻസ് ഒരു സെക്കൻഡിൽ ആംഗിൾ കവർ ചെയ്യുന്നു എന്നുള്ളത്. നമ്പർ ഓഫ് എമൗണ്ട് ഓഫ് ആംഗിൾ കവേർഡ് ഇൻ 1 സെക്കൻഡ് ഈസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ അത് തന്നെയാണ് ആംഗുലാർ വെലോസിറ്റിയും. പക്ഷെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയപ്പോഴാണ് ഇൻ സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷനിൽ എപ്പോഴും ആംഗുലാർ വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. അതിനെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അതേ സാധനത്തിന് നമ്മൾ വിളിക്കും ആംഗുലാർ ഫ്രീക്വൻസി. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ സിമ്പിൾ ഹാർമോണിക് മോഷന് സർക്കുലർ മോഷനുമായിട്ട്, യൂണിഫോം സർക്കുലർ മോഷനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇതൊന്നുമില്ല, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷൻ ഈ പാത്തിലൂടെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് ഈ ആരോ കാണിക്കുന്നത്. ദിസ് ഈസ് ദി പൊസിഷൻ വെക്ടർ. ഇതിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ആയിട്ട് റിസോൾവ് ചെയ്യാണ്. സോ ദ എക്സ് കമ്പോണന്റ് വിൽ ബി എ കോസ് ഒമേഗ ടി. ടി എന്ന് പറയുന്നത് ടി സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ആയിരിക്കും. ബിക്കോസ് ഒമേഗ യൂണിഫോം ആണ്. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ ടി ആണ്. ആംഗിൾ ഡിവൈഡഡ് ബൈ ആംഗിൾ കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് ആംഗുലാർ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ലീനിയർ വെലോസിറ്റി എന്നുള്ളത് പോലെ. സോ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള എക്സ് ആക്സിലുള്ള കമ്പോണന്റ് ആണ്. നമ്മൾ ഈ എക്സ് ആക്സിസിനെയാണ് റെഫറൻസ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ കിടക്കുമ്പോൾ നമ്മൾ ആംഗിൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ പോയി വൈ ആക്സിൽ എത്തുമ്പോൾ ആംഗിൾ 90 അല്ലെങ്കിൽ π/2, അങ്ങനെ 180 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എത്തും, 270 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ എത്തും, 360 ആകുമ്പോൾ വീണ്ടും ഇവിടെ എത്തും, അല്ലെങ്കിൽ 2π ആകുമ്പോൾ വീണ്ടും ഇവിടെ എത്തും. ഇതാണ് നമ്മളുടെ ആംഗിളിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ആക്സിസ് ആണ് റെഫറൻസ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോ ഇനി ഇതേപോലെ ഇതിന്റെ ഒരു വൈ ആക്സിന് അലോങ് ആയിട്ട് ഒരു കമ്പോണന്റ് ഉണ്ടാവും. അതിന് വൈ എ സൈൻ ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, വരുന്നില്ല, ഇവിടെ ഒരു ഒമേഗയും കൂടി ഉണ്ട്. ഇതേപോലെ എ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ വൈ കമ്പോണന്റ് ഈസ് എ സൈൻ ഒമേഗ ടി, എക്സ് കമ്പോണന്റ് ഈസ് എ കോസ് ഒമേഗ ടി. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാം the relation between uniform circular motion and simple harmonic motion. ഞാൻ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷൻ മാത്രം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഫേസ് ഫാക്ടർ ഫൈ എന്ന് പറയുന്നത് 0 എന്ന് എടുക്കാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരും y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറയും. ഇനി y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആവപ്പോഴാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഇവിടെ നിന്നല്ല ഈ പാർട്ടിക്കൽ റൊട്ടേഷൻ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക, കുറച്ച് ഇപ്പുറത്താണ്. ഒരു ഫൈ എന്നുള്ള ആംഗിൾ കവർ ചെയ്തതിന് ശേഷമാണ് ഇത് റൊട്ടേഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റിലുള്ള പൊസിഷൻ വെക്ടർ എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ. അപ്പൊ അല്പസമയം കഴിയുമ്പോൾ ടി സെക്കൻഡ് കഴിയുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഒമേഗ ടി എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ ടോട്ടൽ ആംഗിൾ അപ്പൊ ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അതിലേക്ക് പോണ്ട. അപ്പൊ ഒമേഗ ടി എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ഇക്വേഷനും കൂടിയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അതും എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്. വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ അതും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടറിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഈ പൊസിഷൻ വെക്ടർ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ എക്സ് കമ്പോണന്റിന്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ആണ്.
എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. സർക്കിൾ ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് എ എന്ന് പറഞ്ഞു. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആണ്. അപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ടി ഒമേഗ ടി 0 ആണ്. അപ്പൊ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് വരും, വൈ കമ്പോണന്റ് 0 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ എക്സ് കമ്പോണന്റിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഇവിടെ എത്തുമ്പോൾ എക്സ് കമ്പോണന്റ് 0 ആവും. ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് കമ്പോണന്റ് നെഗറ്റീവ് ആവും. ഇവിടെ എത്തുമ്പോൾ എക്സ് കമ്പോണന്റ് മൈനസ് എ ആവും. വീണ്ടും അത് മൈനസ് വാല്യൂ കുറഞ്ഞു വരും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും എക്സ് കമ്പോണന്റ് 0 ആവും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും എക്സ് കമ്പോണന്റ് കൂടി ഇവിടെ എത്തുമ്പോൾ അത് വീണ്ടും മാക്സിമം. ദിസ് കംപ്ലീറ്റ്സ് വൺ സൈക്കിൾ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി എന്നുള്ള ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലെങ്കിൽ എക്സ് കമ്പോണന്റ് ഓഫ് ദി പൊസിഷൻ വെക്ടർ എക്സിക്യൂട്ട്സ് a uniform circular motion. Similarly, the y component also executes uniform circular motion. വളരെ സിമ്പിൾ ആണ്. ഈ പൊസിഷൻ വെക്ടർ രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നിന് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം, ഒന്ന് ഈക്വൽ ടു എ സൈൻ ടി എന്ന് എഴുതാം. ഫ്രം ദാറ്റ് ടു ഇക്വേഷൻ ഇറ്റ്സെൽഫ്, ആ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം അത് രണ്ടും എന്തിന്റെ ഇക്വേഷൻസ് ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളുടെ എക്സ് കമ്പോണന്റ്, പൊസിഷൻ വെക്ടറിന്റെ എക്സ് കമ്പോണന്റിന്റെ വേരിയേഷൻ മാത്രം നോക്കിയാൽ ദാറ്റ് വിൽ ബി സിമ്പിൾ ഹാർമോണിക്. അതേപോലെ അതിന്റെ വൈ കമ്പോണന്റിന്റെ വേരിയേഷൻ ഇങ്ങനെ സമയത്തിനനുസരിച്ച് പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. അപ്പോ ദാറ്റ് മീൻസ് both the x component and both the horizontal and vertical component of the position vector, അല്ലെങ്കിൽ x component and y component of the position vector, ഇതിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് the projection of the radius vector on x and y axis. ഇതാണ് റേഡിയസ് വെക്ടർ. എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ എന്നും പറയാം അതിനെ. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓവർ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ് കമ്പോണന്റ് എന്നുള്ളതിന്റെ മറ്റൊരു ഭാഷയാണ്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ദി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അനദർ ലാംഗ്വേജ് ഫോർ വൈ കമ്പോണന്റ്. അപ്പോ നമുക്ക് അങ്ങനെ when a particle executes uniform circular motion, the projections of on x or y components both gives simple harmonic motion. Okay, ക്ലിയർ ആയല്ലോ? ഇതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനും യൂണിഫോം സർക്കുലർ മോഷനും തമ്മിലുള്ള ബന്ധം. സോ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ, ശ്രദ്ധിക്കണം, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തണം. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നുള്ളതാണ് ആ ഇക്വേഷൻ. ആ തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ can be generated from x or y component of a uniform circular motion of radius a and angular velocity omega. മനസ്സിലായല്ലോ? ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയുള്ള ആംപ്ലിറ്റ്യൂഡ് എയുമുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ നമുക്ക് ഏതിൽ നിന്നുണ്ടാക്കാം? ഒരു റേഡിയസ് എ ആയിട്ടുള്ള ഒരു സർക്കിളില് ഒരു പാർട്ടിക്കിള് ഒമേഗയിൽ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നടത്തുകയാണെങ്കിൽ അതിന്റെ എക്സ് കമ്പോണന്റിൽ നിന്നോ വൈ കമ്പോണന്റിൽ നിന്നോ ഒക്കെ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ദിസ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ട്രീറ്റഡ് ആസ് ദി ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷൻ ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഏതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാൽ അതിന്റെ ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആംപ്ലിറ്റ്യൂഡ് നോക്കുക, ഈ സ്ഥാനത്ത് വരുന്ന ആള് അത്രയും റേഡിയസ് ഉള്ള ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംഗുലാർ ഫ്രീക്വൻസി നോക്കുക ഒമേഗ, അത്രയും ആംഗുലാർ വെലോസിറ്റി ഉള്ള യൂണിഫോം സർക്കുലർ മോഷൻ. ഒരിക്കൽ കൂടി പറയാം, സപ്പോസ് യു ആർ ഗിവൺ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, നേരത്തെ പറഞ്ഞ അതേ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എടുത്തോളൂ. അതിൽ ആംപ്ലിറ്റ്യൂഡ് 5 ആയിരുന്നു, ഒമേഗ 10 ആയിരുന്നു. ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ the equivalent uniform circular motion is a uniform circular motion of a particle on a circle of radius a, capital A, that is the amplitude. ആ കേസിലാണെങ്കിൽ റേഡിയസ് 5 മീറ്റർ ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കേസിലാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി 10 റേഡിയൻസ് പെർ സെക്കൻഡ്. അതന്നെയാണ് ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വലന്റ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ അസോസിയേറ്റ് ടു എവറി സിമ്പിൾ ഹാർമോണിക് മോഷൻ you can associate an equivalent uniform circular motion. ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു യൂണിഫോം സർക്കുലർ മോഷനെ സങ്കല്പിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ദി കറക്റ്റ് ഐഡിയ. ഏതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു യൂണിഫോം സർക്കുലർ മോഷനെ സങ്കല്പിക്കാവുന്നതാണ്, ബന്ധിപ്പിക്കാവുന്നതാണ്. ഏതാണ് യൂണിഫോം സർക്കുലർ മോഷൻ? ആ യൂണിഫോം സർക്കുലർ മോഷന്റെ റേഡിയസും നിങ്ങൾക്ക് തന്ന സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡും ഒന്ന് തന്നെയാണ്. ആ
യൂണിഫോം സർക്കുലർ മോഷന്റെ ആംഗുലാർ വെലോസിറ്റിയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംഗുലാർ ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ എന്താണ് യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലുള്ള ബന്ധം. ഈ പറഞ്ഞ സെന്റൻസ് ആണ് ആ ബന്ധം, ഈ പറഞ്ഞ പാരഗ്രാഫ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ല ഈ വർഷം, പക്ഷേ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒമേഗ രണ്ട് സ്ഥലത്തും, ഒരു സ്ഥലത്ത് നമ്മൾ പറയും ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, വേറെ കുറെ ആംഗുലാർ വെലോസിറ്റി, എന്താണ് അത് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദി കറസ്പോണ്ടിങ് യൂണിഫോം സർക്കുലർ മോഷൻ. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഓക്കെ, then this is very important. Force law for simple harmonic motion. From exam point of view, this heading, this term is very, very important. Even ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല എങ്കിലും ഇത് പരീക്ഷ ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു സെക്ഷനാണ്. സോ ഫോഴ്സ് ലോ. അപ്പൊ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. Now the question is, when a particle will execute simple harmonic oscillation, എപ്പോഴാണ് ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുക? ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ആ പാർട്ടിക്കിൾ ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അറ്റ്ലീസ്റ്റ് അതിന്റെ ഡയറക്ഷൻ എങ്കിലും ചേഞ്ച് ചെയ്യണ്ടേ? കാരണം ഒരു സ്പ്രിങ്ങിലാണെങ്കിൽ സ്പ്രിങ് താഴേക്ക് വരണം, പിന്നെ മുകളിലേക്ക് പോകണം. സിമ്പിൾ പെനിലാണെങ്കിൽ സിമ്പിൾ പെനിലത്തിന്റെ ആ ബോബ് ഒരു ഡയറക്ഷനിൽ പോകണം, അവിടുന്ന് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രവുമല്ല അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്പ്രിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്പ്രിംഗ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തൊരു സ്പ്രിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നതിന് ആ ഇൻസ്റ്റന്റ് അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തും. അപ്പോൾ ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ കുറഞ്ഞ് കംപ്രഷൻ ആണ് മാക്സിമം ഏറ്റവും മിനിമം ലെങ്ത്തിൽ, അതായത് മാക്സിമം കംപ്രഷനിൽ എത്തും. അപ്പോൾ വെലോസിറ്റി വീണ്ടും 0. പിന്നെ അത് വീണ്ടും അവിടുന്ന് തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളുടെ കേസിൽ മാറുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ സങ്കല്പിച്ചോളൂ, അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ വെലോസിറ്റി ഇൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബോത്ത് ചേഞ്ചസ്. ചുരുക്കി പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്ത മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതും ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസിലൊക്കെ ചോദിച്ചേക്കാം. സോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഓൾസോ ദി വെലോസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഹാസ് ആക്സിലറേഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ മൈൻഡിൽ വരണം എന്ത്? നമ്മൾ പഠിച്ചതാണ്, വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ അവിടെ ആ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ ഉണ്ട്. ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഒരു ഒബ്ജക്റ്റിൽ ആക്സിലറേഷൻ ഉണ്ടാകണമെങ്കിൽ ദർ ഷുഡ് ബി സം ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്യണം. സോ ഇൻ ഷോർട്ട്, എക്സാമിലേക്ക് വന്നാൽ, എക്സാമിന്റെ കാര്യത്തിൽ സെൻസിൽ പറഞ്ഞാൽ, ഫോർ എ പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ദർ ഷുഡ് ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം, എന്നാലേ വെലോസിറ്റി മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പോ അതിൽ നിന്ന് വെരി ഷുവർ ദാറ്റ് ദർ ഷുഡ് ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. അപ്പൊ ഒരു പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യും, തീർച്ചയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തുമ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നൊക്കെ സിമ്പിൾ ഹാർമോണിക് ആകണമെന്നില്ല. ദെൻ ദി ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി കണ്ടീഷൻ so that the particle executes simple harmonic oscillation. അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്താലാണ് പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിലാവുക? അപ്പൊ ഈ ഫോഴ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി പറയാം. ഫോഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പാർട്ടിക്കിളിന്റെ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനുള്ള പാർട്ടിക്കിൾ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ചാൽ അത് അവിടെ തന്നെ നിൽക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ ഈ പാർട്ടിക്കിൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? ആ പാർട്ടിക്കിളിനെ വീണ്ടും ആ പൊസിഷനിലേക്ക് തന്നെ റീഗെയിൻ ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഒരു ഫോഴ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പാർട്ടിക്കിളിൽ അങ്ങനെയുള്ള ഒരു ഫോഴ്സ് നിർബന്ധമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ
യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്ട് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരെങ്കിലും പ്രയോഗിക്കണം, ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ ഏജൻസി വന്നിട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കണം, അപ്പോഴാണ് അത് യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയുള്ളൂ. സിമിലർലി ഹിയർ ആൾസോ ദർ ഷുഡ് ബി എ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തണമെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സിന്റെ ധർമ്മം എന്താണ്? ഈ പാർട്ടിക്കിൾ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ അതിനെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സിനെ നമ്മൾ സാധാരണ ഇങ്ങനെ തിരിച്ച് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സ് ആയതുകൊണ്ട് റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. ആ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ ചുവന്ന മഷിയിൽ കൊടുത്തത്. അത് വളരെ പ്രധാനമാണ്, അതെല്ലാവരും പഠിച്ചിരിക്കണം. ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെന്റ്. ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഉറപ്പാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു റീസ്റ്റോർ ചെയ്യണം. അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ എതിർ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണം. തിരിച്ച് പഴയ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് എതിരാകണം. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പിന്നോട്ട് വലിക്കണം. നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ഞാൻ മുന്നോട്ട് വലിക്കണം. നിങ്ങൾ ഇടത്തോട്ട് പോകുമ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വലത്തോട്ടാണ് ഫോഴ്സ് കൊടുക്കേണ്ടത് എന്നതുപോലെ. സോ ദ ഫോഴ്സ് ഷുഡ് ബി opposite to the displacement, and the crucial condition is that it should be directly proportional to the displacement. അപ്പൊ ഫോഴ്സ് ഏത് രീതിയിലുള്ള ഫോഴ്സ് ആയിരിക്കണം? ഒരു പാർട്ടിക്കിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ദി ഫോഴ്സ് ലോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിന് ഇക്വേഷൻ ആക്കിയതാണിത്. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയാൻ കാരണം എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയാം. പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് സ്ക്വയർ അല്ല കേട്ടോ. എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് 1/x അല്ല. എക്സ് പ്രൊപ്പോർഷണൽ ടു എക്സ് റേസ് ടു 1/2 അല്ല. എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആൻഡ് എഫ് ഈസ് ഓഫ് എക്സ് കൂട്ടിച്ചേർത്ത് എഴുതിയതാണ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കും. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആൻഡ് ഹിയർ ദി കോൺസ്റ്റന്റ് ഈസ് കാൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പൊ നോക്കുക, ഇതൊരു പുതിയ ഫോഴ്സിനുള്ള ഇക്വേഷൻ അല്ല. ഏതുപോലെ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്പ്രിങ്ങിലുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. അത് ഒരു ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ്. സ്പ്രിങ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനുള്ള ഇക്വേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഇസ് ഈക്വൽ ടു ജി എം 1 m2 r സ്ക്വയർ. അത് ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അവിടെ ഒരു ഫോഴ്സിന്റെ ഏജൻസി ഉണ്ട്. ആ ഏജൻസിയാണ് ഗ്രാവിറ്റേഷൻ. ആ ഗ്രാവിറ്റേഷണൽ എഫക്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. മറ്റത് സ്പ്രിങ്ങിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കൊണ്ട് സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇവിടെ പറഞ്ഞ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, സോറി, ഇവിടെ പറഞ്ഞ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ മൈനസ് കെ എക്സ് എന്ന് പറയുന്ന രീതിയിൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ മൈനസ് കെ എക്സ് എന്ന ഫോമിൽ എഴുതാൻ പറ്റിയ ഒരു ഫോഴ്സ് ആ പാർട്ടിക്കിളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പാർട്ടിക്കിളിൽ സം എക്സ്റ്റേണൽ ഏജൻസി അല്ലെങ്കിൽ സം ഏജന്റ് ഷുഡ് അപ്ലൈ എ ഫോഴ്സ് വിച്ച് ഷുഡ് ബി റിട്ടൺ ലൈക്ക് ദിസ്. ഇതുപോലെ എഴുതാൻ പറ്റിയ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുള്ള ഒരു ഫോഴ്സ് ആരെങ്കിലും അതിന് കൊടുക്കണം. അപ്പൊ നമ്മളൊരു സ്പ്രിംഗ് ഒരു മാസ് കെട്ടി തൂക്കിയിട്ടാൽ നമുക്കറിയാം സ്പ്രിംഗിലുള്ള ഫോഴ്സ് മൈനസ് കെ എക്സ് ആണ്. അവിടെ കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ സ്പ്രിംഗിലുള്ള റെസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ് ആണ്. ആയതുകൊണ്ട് ആ മാസിലും മൈനസ് കെ എക്സ് ഉള്ള ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ആ മാസ് അവിടെ എന്ത് ചെയ്യും? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യും. വളരെ ക്ലിയർ ആണ്. So this is the condition for a particle to execute simple harmonic oscillation. The restoring force, the force should be opposite to the displacement and it should be directly proportional to displacement, or F should be written in the form F is equal to minus kx. അങ്ങനെ എഴുതുമ്പോൾ ഈ k നെ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം. ഫോർ എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ എം ആണ്, എഫ് ബൈ എം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് കെ ബൈ എം. So it is x, or acceleration a is directly proportional to displacement and is directed opposite displacement. അത് ഈ ഫോഴ്സ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഫോഴ്സിന് മാസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആക്സിലറേഷൻ. അപ്പൊ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ബോഡിയുടെ ആക്സിലറേഷനിൽ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ.
അവ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ ദി ആക്സിലറേഷൻ വിൽ ആൾസോ ബി ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ കോൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി K/M ആണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. ദിസ് ഈസ് ദി ഫോഴ്സ് ലോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ്. ഇതിൽ ഈ ചുവന്ന ഇതിൽ എഴുതിയത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എന്തായാലും വേണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഭാഗം ഈ ചുവന്ന ഇതിൽ എഴുതിയതും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പാർട്ട് എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ദി ഫോഴ്സ് ലോ. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ SH. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷെ ചില പ്രോബ്ലം ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ടോപ്പിക്കിൽ അത് നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനത് പറയാം. സോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് -kx. അതാണ് ഞാൻ ഇത്രയും സമയം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം F = ma. നമ്മൾ പഠിച്ചതാണ്. അവിടെ ഈ F = ma ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് അല്ല. മീൻസ് ഫോഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഫോഴ്സ് പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരോ കൊടുക്കുന്നുണ്ട് ഫോഴ്സ്. ആ കൊടുക്കുന്ന ഫോഴ്സിന്റെ അളവ് ma ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. F = G(m1m2/r²) F = ma എന്നുള്ളതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് F = മാസ് ഇൻടു ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ m/dv/dt എന്ന് എഴുതാം. നമ്മൾ പഠിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്താണ്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ m = d/dt ഓഫ് v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് dx/dt ആണ്. അപ്പൊ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം എക്സിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് അല്ലെങ്കിൽ പൊസിഷൻ ആണ് എക്സ്. അതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. അതാണ് v. അപ്പൊ ഈ v എന്ന് പറയുന്നതിനെയാണ് ഞാൻ dx/dt കൊണ്ട് റീപ്ലേസ് ചെയ്തത്. വീണ്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അപ്പൊ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയത് വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഡിസ്പ്ലേസ്മെന്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് ഈ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് d²x/dt² എന്ന് പറയാം. d²/dt² എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ട്വൈസ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ മുകളിൽ 2 നിട്ടാൽ ഈ 2 സ്ക്വയർ അല്ല കേട്ടോ. പറയുമ്പോൾ d²/dt² എന്ന് പറയും. പക്ഷെ അത് അതിന്റെ യഥാർത്ഥ ഈ ട്രാൻസ്ലേഷൻ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ടു റൈറ്റ് ഡിഫറൻഷിയേറ്റ് ട്വൈസ് ദി ഫംഗ്ഷൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക രണ്ട് പ്രാവശ്യം എന്നുള്ളതാണ്. അപ്പൊ d²/dt² ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ mv എന്നുള്ളതിന് ഇതുപോലെ d²x/dt² എന്ന് എഴുതാം. വെരി ക്ലിയർ, പ്രത്യേകിച്ച് സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ എഫിനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സ് പാലിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, F - kx ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എഫിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്താൽ md²x/dt² എന്നതിനെ -kx എന്ന് എഴുതാം. അല്ലെങ്കിൽ d²x/dt²നെ d²x/dt² പ്ലസ് k/m × x = 0 ഇതിനെ റീഅറേഞ്ച് ചെയ്തു. ഇതിനെയാണ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ SHM. ഇതിൽ ഈ k/m എന്നുള്ളതിനെ ഞാൻ ω² എന്ന് വിളിക്കുന്നു. അപ്പൊ d²x/dt² പ്ലസ് ω²x = 0 വേർ ω² = k/m. അപ്പൊ ഈ d²x/dt² കണ്ട ആരും പേടിക്കണ്ട, അത് ഇത്രയേ ഉള്ളൂ. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഇങ്ങനെയും എഴുതാം, dv/dt പ്ലസ് ω²x = 0 എന്ന് എഴുതാം. പക്ഷേ അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ എക്സിലുള്ള ഇക്വേഷൻ എന്ന് പൂർണ്ണമായും എക്സിലുള്ള ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എക്സും വിയും രണ്ട് വേരിയബിൾസ് ആയി അവിടെ. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പാരാമീറ്റർ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ d²x/dt² എന്ന് പറയുന്നത്. അല്ലെങ്കിൽ a+ω ആക്സിലറേഷൻ a+ω²x = 0. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ a = -ω²x. അപ്പൊ എന്തായാലും അതേ ഇക്വേഷൻ തന്നെയാണ്. ആ എ എന്ന് പറയുന്ന ആക്സിലറേഷൻ നമ്മൾ എന്ത് ചെയ്തു, d²x/dt² വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് വരുന്ന ഇക്വേഷൻസിനെ ഒക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയും. അപ്പൊ d²x/dt² പ്ലസ് ω²x = 0 എന്നുള്ളതാണ്. where ω² is the k/m, where k is the force constant, m is the mass. k ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ അനുഭവപ്പെടുന്ന ഫോഴ്സിന് ഈ ഫോമിൽ എഴുതുമ്പോൾ ഈ ഇവിടെ വരുന്ന ആളാണ് k എന്ന് പറയുന്നത്.
വരുന്നത്. അത് നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. അതേ ഡിവൈഡഡ് ബൈ എം ആണ് ഒമേഗ എന്ന് പറയുന്നത്. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇനി ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒമേഗ തന്നെയാണ് ഞാൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിയതിൽ ഒമേഗയും ഇതും ഒന്നാണ് എന്ന് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യുന്നത് പഠിക്കാനില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അതിന് ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എടുത്തോളൂ. ഫൈൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ റിസൾട്ട് ആവും. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് വരും. അപ്പൊ അതിന് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ ഒമേഗ മൈനസ് എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് അങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അപ്പൊ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും, പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് 0 എന്ന് കിട്ടും. That means x is equal to a sin omega t is a solution of this equation. Similarly, x is equal to a sin omega t plus phi എടുത്തെന്ന് വെച്ച് മാറ്റൊന്നും വരില്ല. ഇനി x is equal to a cos omega t ഇതേപോലെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 0 ആവുമെന്ന് കാണാം. അങ്ങനെ ആ ഇക്വേഷൻസ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന് പഠിച്ച ആ ഫോമിലുള്ള ഇക്വേഷൻസ് ഒക്കെ തന്നെ ഈ ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് അവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 0. That means they are the solutions of this equation. Equationന്റെ solution ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറയാം ദിസ് ഒമേഗ റെപ്രസെന്റ്സ് ദി ടൈം പീരിയഡ്, ദി ആംഗുലാർ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണ്. ദാറ്റ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗ സ്ക്വയർ കെ ബൈ എം എന്നുള്ള ഈ റിലേഷൻ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരും. ഇത് ഓർത്തിരിക്കണം, മറക്കരുത്. ഒമേഗ സ്ക്വയർ കെ ബൈ എം, ആംഗുലാർ ഫ്രീക്വൻസിയും ഫോഴ്സ് കോൺസ്റ്റന്റും തമ്മിലുള്ള ബന്ധം. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഫോം എപ്പോഴും ഓർത്തിരിക്കുക. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സൊല്യൂഷൻസ് ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, അതിൽ നിന്ന് ഒമേഗ സ്ക്വയർ കെ ബൈ എം, ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ദി റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് കോൺസ്റ്റന്റ് ആൻഡ് ആംഗുലാർ വെലോസിറ്റി, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ആക്സിലറേഷനും വെലോസിറ്റി. ഞാൻ അല്പം സമയം അധികം എടുക്കുന്നുണ്ട്, നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട്. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ ലെറ്റ് മീ കണ്ടിന്യൂ. ഓക്കെ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുടെ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ ആയിരിക്കണം എന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫോഴ്സിൽ ആക്ട് ചെയ്താൽ ആ പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഏതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിലും നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഫോഴ്സ് വിൽ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. ഓക്കെ, ഏത് ഫോം ആണത്? മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും ഇഫ് എക്സ് ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് തീറ്റയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റിയാൽ മാത്രമേ ആ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഓസിലേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ നിങ്ങൾക്ക് എഫ് ഇസ് ഈക്വൽ ടു സം മൈനസ് ഇൻറ്റു സം കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു സം കോൺസ്റ്റന്റ് ഇൻറ്റു തീറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോഴേ അത് സിമ്പിൾ ഹാർമോണിക് ആണ് എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള വഴി അതാണ്. തിയറട്ടിക്കലി ഉള്ള പ്രൂഫ് അതാണ്. എക്സ്പെരിമെന്റലി എന്താണ്? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്യുക, ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരക്കാം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആൻഡ് ടു ആൻഡ് ഫ്രോ ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, തിയറട്ടിക്കലി ഹൗ വിൽ യു പ്രൂവ് ഇറ്റ്? നമ്മൾ ആ സിമ്പിൾ പെൻഡൽ എടുക്കുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിലുള്ള ഫോഴ്സുകളൊക്കെ നോക്കുന്നു, എന്നിട്ട് ആ ഫോഴ്സിനെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ദിസ് ഫോം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഷുഡ് ബി റിട്ടൺ ഇൻ ദിസ് ഫോം മൈനസ് ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ there should be a differential equation of the form d square by dt square of something
പ്ലസ് ഒമേഗ സ്ക്വയർ സം കോൺസ്റ്റന്റ് ഇൻറ്റു സം ദാറ്റ് തിങ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സിസ്റ്റം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇനി അടുത്തത് നമ്മൾ അതിന്റെ വെലോസിറ്റിയിലാണ്. വെലോസിറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ എന്താ പറഞ്ഞുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഫോഴ്സും പറഞ്ഞു. ഇനി വാട്ട് വിൽ ബി ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളുടെ വെലോസിറ്റി എങ്ങനെ കണ്ടെത്താം? വെലോസിറ്റി കണ്ടെത്താൻ നമുക്ക് എപ്പോഴും അറിയുന്ന ഒരേ വഴിയുള്ളൂ. എന്താണ്? പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പൊ വളരെ സിമ്പിൾ ആണ്. അതിനെന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ടൈമിനനുസരിച്ച്. ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിസൾട്ട്, അതിന്റെ റിസൾട്ട് ഒക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളെ അതായത് വൺ ഡയമെൻഷണൽ മോഷൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ഞാൻ ഡിഫറൻഷിയേഷൻ പഠിപ്പിച്ചപ്പോൾ ഈ മെത്തേഡ്, ഈ മോഡലിലുള്ള ആളുകളെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് പറയാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഇതിന്റെ ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഫംഗ്ഷൻ ആണ്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതിനെ നമ്മൾക്ക് വേറൊരു ഫോമിൽ എഴുതാം. ഏത് ഫോമാണത്? ഇത് ഫോമാണെന്ന് വെച്ചാൽ എക്സിന്റെ ടേമിൽ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ ഇതിന് എക്സ് വരുന്ന രീതിയിൽ, ഇതിപ്പോ ടൈമിനനുസരിച്ചുള്ള ഇക്വേഷൻ ആണ്. ടൈമാണ് ഇതിൽ. ടൈമിന് വേരിയബിൾ മാറ്റിയിട്ട് എക്സിൽ എഴുതാം. ദാറ്റ് ഈസ് അനദർ ഫോം. ദിസ് ഈസ്, നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഏത് ഫോമാണ് ഉപയോഗപ്പെടുക എന്ന് പറയില്ല. ഇത് വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിൽ നിന്നും ടൈമിനനുസരിച്ച് ടൈം വേരിയബിൾ മാറ്റിയിട്ട് എക്സ് ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. കോസ് ഒമേഗ ടി പ്ലസ് 5 നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് 5ലേക്ക് മാറ്റണം. അതിനുള്ള വഴി എന്താണ്? കോസ് ഒമേഗ ടി പ്ലസ് 5ഉം സൈൻ ഒമേഗ ടി പ്ലസ് 5ഉം തമ്മിലുള്ള, അല്ലെങ്കിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഇറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ സമം 1. നിങ്ങൾക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പൊ കോസ് തീറ്റനെ നമുക്ക് സൈൻ തീറ്റ ടേമിൽ എഴുതാൻ എന്താ ചെയ്യാം? നമുക്ക് എഴുതാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതൊക്കെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. സൈൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ സൈൻ ഒമേഗ ടി പ്ലസ് 5നെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എഴുതാം വി ഈക്വൽ ടു ഒമേഗ എ ഇൻറ്റു ഈ കോസ് തീറ്റയ്ക്ക് പകരം കോസ് ഒമേഗ ടി പ്ലസ് 5ക്ക് പകരം റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. സോ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഈ കോസ് ഒമേഗ ടി പ്ലസ് 5നെ ഞാൻ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതി. ഇവിടെ ഞാൻ ഉപയോഗിച്ച ഐഡന്റിറ്റി സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ഈസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഓക്കെ. ഇനി ഈ എ പുറത്തുള്ള എനെ റൂട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ എ സ്ക്വയർ ആവണമല്ലോ, അല്ലെങ്കിൽ എന്നാലല്ലേ അതിനെ പുറത്തെടുക്കുമ്പോൾ വീണ്ടും എ ആവുള്ളൂ. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു റൂട്ട് എനെ നമുക്ക് റൂട്ട് എ സ്ക്വയർ എന്ന് എഴുതാം. So root a square into root of 1 minus sin square omega t plus 5. So that is a square into root of a square into 1 minus sin square omega t plus 5, which is equal to a ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ a square minus a sin omega t plus 5 the whole square, which is equal to root of a square minus x square. So the equation for velocity, there are two equations. One is v equal to root omega root of the a cos omega t plus 5 ആണ് കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5നെ നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓരോ ഒമേഗയും ഇവിടെ ഉണ്ട്, അതിനെ വിട്ടുപോകരുത്. സോ വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഓർ വി ഇസ് ഈക്വൽ ടു ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ഇക്വേഷൻ യു ഷുഡ് ബൈ ഹാർട്ട്. ഇത് ഓർത്തിരിക്കും. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ എഴുതാം. Okay, one is in terms of displacement, other one is in terms of time. But omega angular frequency, a is the amplitude, phi is the initial phase. Phi 0 എന്ന് എടുത്തിട്ടും എഴുതാം, ഒരു കുഴപ്പമില്ല. So this is equation for velocity. Okay, right? ഇതിന്റെ അടുത്ത വെലോസിറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആക്സലറേഷൻ കൂടി കാണാം. സോ ആക്സലറേഷൻ കാണാം. ആക്സലറേഷൻ കാണാൻ എന്താണ്? വെലോസിറ്റി കിട്ടിയാൽ പിന്നെ എന്ത് പണി? വളരെ ഈസിയാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൺസ് അഗൈൻ യു ഡിഫറൻഷിയേറ്റ് ദി വെലോസിറ്റി. നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, വെലോസിറ്റി കിട്ടി. ഇനി വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യൂ, യു വിൽ ഗെറ്റ് ആക്സലറേഷൻ. സോ വി ഈസ് ഈക്വൽ ടു ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5.
അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ ഫോം എടുക്കാണ് സുഖം, കാരണം ടൈമിനനുസരിച്ചാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. മറ്റത് കോംപ്ലിക്കേഷൻ ആണ്. റൂട്ട് ഓഫ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് മോർ ഈസിയർ ഈസ് ടു ഡിഫറൻഷിയേറ്റ് ദിസ്, ബിക്കോസ് വി വാണ്ട് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈം. ടൈമിനനുസരിച്ചാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ടൈം വരുന്ന ഇക്വേഷൻ എടുത്തു. സോ വി ഈക്വൽ ടു ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ എ ഈക്വൽ ടു ഡി ബി by dt, d by dt of omega a cos omega t plus 5. Omega is a is another constant. For a given simple harmonic motion, omega is a constant, a is a constant, phi is a constant. അപ്പൊ ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ പഠിപ്പിച്ച അതേ റിസൾട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ ആ റിസൾട്ട് കാണിച്ചിരുന്നു, അത് ഉപയോഗിക്കാം. ആൻസർ വിൽ ബി ഒമേഗ ഇൻറ്റു മൈനസ് ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഒരു ഒമേഗ കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒമേഗ ഇൻറ്റു മൈനസ് ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. കാരണം കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈനാണ് വരിക. അപ്പൊ സോറി, അപ്പൊ റിസൾട്ട് വരിക ഒമേഗ ഇൻറ്റു മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അതുകൊണ്ട് പറയാം ഒമേഗ ഇൻറ്റു മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അതിനെയാണ് ഞാൻ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഈസി. അപ്പൊ ദിസ് വിൽ ബി ദി റിസൾട്ട് ഓഫ് ആക്സിലറേഷൻ. ഇതിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ അല്ലേ? x is equal to a sin omega t plus 5 എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. സോ a sin omega t plus 5 is the displacement. So you can write it as minus omega square x. ഇതാണ് ഞാൻ ആദ്യം എഴുതിയത്. ഫോഴ്സ് ലോ പറഞ്ഞ് തൊട്ട് താഴെ ഞാൻ പറഞ്ഞു the acceleration will be proportional to the displacement and it will be opposite to the displacement. അതിവിടെ പ്രൂവ് ചെയ്തു അല്ലേ? a equal to minus omega square a sin omega t plus 5, omega square k by m ആണ്. So x is equal to a sin omega t plus 5 ആണ്, which implies a is equal to minus omega square x. So acceleration is directly proportional to displacement x and opposite to the displacement. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻസ് ആ ഇക്വേഷൻസ് രണ്ടും ഓർത്തിരിക്കുക. മൂന്ന് ഇക്വേഷൻ. The displacement is x is equal to a sin omega t plus 5. Displacement is x is equal to a sin omega t plus 5. And the velocity is x is equal to omega a cos omega t plus 5 or x is equal to omega into root of a square minus x square. Omega into root of a square minus x square എന്നുള്ളത് ഉപയോഗിച്ച് പ്രോബ്ലം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് മുൻപ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അത് നല്ലോണം ഓർത്തിരിക്കണം. സോ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ. ആൻഡ് ദി ആക്സിലറേഷൻ ഈസ് എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയറിന്റെ എക്സിന് a sin omega t plus 5 replace ചെയ്താൽ minus omega square into a sin omega t plus 5. So these are the equations for velocity and acceleration in simple harmonic motion. And then you learned about the force law in simple harmonic motion. Okay, and equivalence between the simple harmonic motion and uniform circular motion. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതുള്ളത് ഇതിലെ പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ എന്താണ് ഫോഴ്സ് ലോ വളരെ പ്രധാനമാണ്. അതേപോലെ ഒരു പക്ഷെ അതിലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഇത് എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരുപാട് പ്രാവശ്യം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടികളുടെ ടോട്ടൽ എനർജി എത്രയാണ്? ഒരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ അനുഭവപ്പെടേണ്ട ഫോഴ്സ്, അല്ലെങ്കിൽ ആരെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഇൻ ദി ഫോം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇതേ ഫോമിലുള്ള ഇതേ ഫോം തന്നെയാണ് സ്പ്രിങ്ങിന്റെ ഫോഴ്സും. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് തന്നെയാണ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ കെ ഏതോ ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഏതായാലും ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ കെ എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സുകളെ കുറിച്ചും പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചും മെക്കാനിക്കൽ എനർജിന്റെ കൺസർവേഷനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് പറയാം. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജിയും കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ, ഇഫ് എഫ് ഈസ് ദി കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് വി ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി, then എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഡി. ഓക്കെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ വി ആണെങ്കിൽ മൈനസ് ഡി വി ബൈ ഡി ആർ. ഇനി പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ യു എന്നെടുത്താൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് ആയി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെ ഫോം എന്ന് പറയുന്നത് F is equal to minus kx ആണ്, സ്പ്രിങ്ങിന്റെ ഫോഴ്സ് പോലെ തന്നെ. ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് സ്പ്രിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക, എന്ത് F equal to minus kx എന്നുള്ള ഫോമിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി കൺസർവേറ്റീവ്. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് എങ്ങനെയാണ് ആവുക, എപ്പോഴാണ്, എങ്ങനെയാണ്, വാട്ട് ഈസ് ദി മാത്തമാറ്റിക്കൽ കണ്ടീഷൻ ഫോർ എ ഫോഴ്സ് ടു ബി കൺസർവേറ്റീവ് എന്നുള്ള ഒരു ചോദ്യമാണ്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. അതിനൊക്കെയുള്ള മാത്തമാറ്റിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തിയററ്റിക്കലി വി ക്യാൻ സേ ദാറ്റ് എ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ നൗ യു ബിലീവ് സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആര് കൊടുക്കുന്ന ഫോഴ്സ് ആയാലും ആ ഫോഴ്സ് F is equal to minus kx ഫോമിൽ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഷുഡ് ബി കൺസർവ്ഡ് ആയിരിക്കണം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കണം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ. അപ്പൊ അതേപോലെ തന്നെ അവിടെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റും. എല്ലാ മോഷനിലും കൊണ്ടുപോയി പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് എപ്പോഴേ പറ്റുള്ളൂ, പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാനും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് പറയാനും പറ്റുള്ളൂ. കൈനറ്റിക് എനർജി അങ്ങനെയല്ല. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടോ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. If it has a velocity, non-zero velocity, it has a non-zero kinetic energy, a positive kinetic energy എപ്പോഴും ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ എല്ലാ ചവർ മോഷനിലും ഉണ്ടാവണമെന്നില്ല, പറയാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റിയപ്പോഴാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ മാത്രമാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ആ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് നമ്മൾ മനസ്സിലാക്കി. ബിക്കോസ് F is equal to minus kx ആണ് ഫോം. അത് സ്പ്രിംഗ് ഫോഴ്സിന്റെ അതേ ഫോമാണ്. സ്പ്രിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് വൈ നമ്മളുടെ ഈ ലെവലിൽ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. somehow the force F is equal to minus kx is conservative force. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പറയാം, കൈനറ്റിക് എനർജിയും പറയാം. അതുകൊണ്ട് ടോട്ടൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ is equal to kinetic energy plus u എന്ന് പറഞ്ഞാൽ this is the potential energy. K is the kinetic energy and u is the potential energy. K plus u എന്ന് എഴുതാം, T plus u എന്ന് എഴുതാം, അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. കൈനറ്റിക് എനർജിക്ക് K എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും, T എന്നുള്ള ലെറ്ററും സാധാരണ ഉപയോഗിക്കും. പൊട്ടൻഷ്യൽ എനർജിക്ക് u ഉപയോഗിക്കും, v ഉപയോഗിക്കാറുണ്ട്. So in simple harmonic motion the total energy is equal to Ke plus u. K is the kinetic energy, u is the potential energy. ക്ലിയർ ആണല്ലോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രയാസം മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ലീവ് ഇറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദിസ് സെന്റൻസ്. ഇത് മനസ്സിലാക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് മതി. ടോട്ടൽ എനർജി is equal to kinetic energy plus potential energy. In simple harmonic motion, force on the particle is minus kx, similar to the spring force, and is a conservative force. അപ്പോൾ if u is the potential energy, then F is equal to minus du by dx. F is equal to minus du by dx എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം minus du by dx is equal to kx. ഓ സോറി, minus du by dx is equal to minus kx എന്നാണ് ഇവിടെ വരേണ്ടത്, കാരണം minus kx ഉണ്ടല്ലോ. So minus du by dx is equal to minus kx, അല്ലെങ്കിൽ du by dx is equal to kx. അപ്പോ u എന്ന് പറഞ്ഞാൽ du by dx kx ആണെങ്കിൽ എന്താണ് u എന്നാണ് ചോദ്യം. അപ്പൊ എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് kx കിട്ടാന്ന് നോക്കട്ടെ. അപ്പൊ നമുക്ക് മൈൻഡിൽ ചിന്തിച്ചാൽ തന്നെ അറിയാം ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് kx വരിക. എക്സ് കിട്ടണമെങ്കിൽ അത് k കോൺസ്റ്റന്റ് ആണല്ലോ. എക്സ് കിട്ടണമെങ്കിൽ ആ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് കിട്ടണമെങ്കിൽ ആ ഫംഗ്ഷനിൽ എക്സ് സ്ക്വയർ ഉണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x ആണ് കിട്ടും. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടും. അപ്പൊ k into x square by 2 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ kx എന്ന് വരും. സോ യു ക്യാൻ സീ ദാറ്റ് ഇന്റഗ്രൽ kx dx ആയിരിക്കും. du by dx kx എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ kx കിട്ടും. അപ്പൊ kx ഇന്റഗ്രേറ്റ് ചെയ്താൽ u കിട്ടണം. സോ kx dx ആണ് u. അപ്പൊ ഹാഫ് kx സ്ക്വയർ എന്ന് വരും. പിന്നെ നമ്മൾ സാധാരണ ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രേഷൻ ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. സോ ഹാഫ് kx സ്ക്വയർ പ്ലസ് c. ഇത് ഇന്റഗ്രേഷൻ ഈ പറഞ്ഞതൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് kx സ്ക്വയർ എന്ന് എഴുതാനുള്ള ഒരു അറിവുണ്ടായാൽ മതി. സോ സി ഇസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇനി നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ, ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജിന്റെ സീറോ നമുക്ക് എവിടെയും ചൂസ് ചെയ്യാം. ഈ കേസിൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന്റെ കേസിൽ നമ്മൾ എപ്പോഴും ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് ചൂസ് ചെയ്യും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ x is equal to 0 എന്നാണ് അവിടെ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷന്റെ പൊസിഷൻ കോർഡിനേറ്റ് 0 എന്ന് എടുക്കണം. സോ ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ് അല്ലെങ്കിൽ മീൻ പൊസിഷൻ, അവിടെ എക്സ് 0 ആണ്, എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് സി എന്ന് പറയുന്നത്, അല്ലെ?
ഇതിൽ എക്സിന് 0 എന്ന് കൊടുത്താൽ യു ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പൊ സി എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് പവർ. മനസ്സിലായല്ലോ? ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുമ്പോൾ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ 0 ചൂസ് ചെയ്യുന്നു. അപ്പൊ സിന്റെ വാല്യൂ 0 എന്ന് എടുക്കാം. എന്താണ് സിന്റെ വാല്യൂ 0 ആക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ റെഫറൻസ് ലെവൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ 0 സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ സിമ്പിൾ ഹാർമോണിക് പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഇറ്റ് ഈസ് 0. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. കെ ഇസ് ദി ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഇതൊക്കെ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ ഈ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ടോട്ടൽ എനർജി ഓഫ് ദി particle in SHM E equal to Ke plus U, where K is the kinetic energy and U is the potential energy. അടുത്ത സെന്റൻസ് എഴുതണം. in SHM force on the particle F is equal to minus kx, similar to spring force and is conservative force. പിന്നെ ഉള്ളത് ഒന്നും വേണ്ട, ലെയർ ചെയ്ത് എഴുതാം. So the potential energy U equal to half kx square, where K is the force constant. Clear? ഈ രണ്ട് സെന്റൻസ് ഒക്കെ അതിന്റെ എങ്ങനെ ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ വരുന്നു എന്നാണ് ഈ പറയുന്നത്. അത് പ്രയാസപ്പെടുത്തുന്നെങ്കിൽ യു ക്യാൻ ലീവ് ഇറ്റ്. ബട്ട് ഈ ലൈൻ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടെത്തണം. സോ ടോട്ടൽ എനർജി ചുരുക്കി എഴുതുന്നവർക്ക് ഇങ്ങനെ എഴുതാം. ഫോർ ദോസ് ഹു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഇത് ആവശ്യമാണ്. ഇനി അങ്ങനെയല്ല, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് ചുരുക്കി എഴുതുന്നവർക്ക് ഇത്രയും എഴുതാം. ടോട്ടൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കെ ഇ പ്ലസ് യു, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഇൻ SHM ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, സിമിലർ ടു ദി സ്പ്രിംഗ് ഫോഴ്സ് ആൻഡ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. So the potential energy U is equal to half kx square, where k is the force constant. So U equal to half kx square. Then let us go to kinetic energy. നമുക്ക് ടോട്ടൽ എനർജിയാണ് കാണേണ്ടത്. അതാണ് എനർജി ഇൻ SHM എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാണണം. അപ്പൊ ഇനി അടുത്ത കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇസ് വെരി സിമ്പിൾ, ഹാഫ് എം ബി സ്ക്വയർ. എല്ലാവർക്കും അറിയാം. വിയുടെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് വിയുടെ വാല്യൂ? വി എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ എക്സ് എന്നാണ് എടുത്തത്. ഇവിടെ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിക്ക് പകരം ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എടുക്കണം. എക്സിന് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് കൊടുത്താൽ വിക്ക് ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള ഇക്വേഷൻ, ടൈമിലുള്ള ഇക്വേഷൻ കൊടുക്കണം. ഇവിടെ എക്സ് എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വിയും ഞാൻ എക്സിന്റെ ടൈമിലാക്കി എഴുതുകയാണ്. സോ വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ കെ ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഡി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഒമേഗ സ്ക്വയറിനെ കെ ബൈ എം എന്ന് എഴുതാം. നേരത്തെ നമ്മൾ പഠിച്ചു റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഒമേഗ സ്ക്വയറിനെ കെ ബൈ എം എന്ന് എഴുതാം. കെ ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു, അപ്പൊ ഇതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. ഒമേഗ സ്ക്വയറിന് കെ ബൈ എം എന്ന് എഴുതിയാൽ എം ഒമേഗ സ്ക്വയർ കെ എന്നാവും. ഇവിടെ എം ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതിനെ കെ എന്ന് എഴുതാം. സോ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി കാണാൻ നമുക്ക്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ യു കൈ പൊട്ടൻഷ്യൽ എനർജി നേരത്തെ പഠിച്ചു, ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ ഹാഫ് കെ സ്ക്വയർ പ്ലസ് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം മൊത്തം. അപ്പൊ ഹാഫ് കെ എക്സ് സ്ക്വയർ അതേപോലെ, പിന്നെ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ, ഹാഫ് കെ എ സ്ക്വയർ മൈനസ് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പൊ ഈ ഹാഫ് കെ എക്സ് സ്ക്വയറും ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യും, ഹാഫ് കെ എ സ്ക്വയർ. സോ ടോട്ടൽ എനർജി ഈസ് ഹാഫ് കെ എ സ്ക്വയർ. സോ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ, കൈനറ്റിക് എനർജി ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ. നോക്കൂ, ഈ ടോട്ടൽ എനർജിയിൽ വരുന്ന ആൾ കെ ഒരു കോൺസ്റ്റന്റ് ആണ്, എ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ടൈം. സമയത്തിനനുസരിച്ചോ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ചോ എന്ത് മാറുന്നില്ല? ടോട്ടൽ മെക്കാനിക്കൽ എനർജി മാറുന്നില്ല. സോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ the total energy is half k a square and that is a constant. The kinetic energy is half k into a square minus x square, that varies with the displacement, and the potential energy is half k x square. ഇനി നോക്കൂ നിങ്ങൾ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള പൊസിഷനാണ്. ഇക്വിലിബ്രിയം പൊസിഷന്റെ പൊസിഷൻ കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ സീറോ ആണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹാഫ് കെ ഇൻറ്റു എക്സിന് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഈ വാല്യൂസ് ഒക്കെ നോക്കൂ. കൈനറ്റിക് എനർജി എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സ് സീറോ ആണ്, പൊട്ടൻഷ്യൽ എനർജി സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കൈനറ്റിക് എനർജി നോക്കൂ, എക്സ് സീറോ ആണ്. അപ്പൊ ഹാഫ് കെ എ സ്ക്വയർ, അത് ടോട്ടൽ എനർജിക്ക് ഈക്വൽ ആണ്. കാരണം പൊട്ടൻഷ്യൽ എനർജി സീറോ ആയി, പിന്നെ മൊത്തം എനർജി എന്താണ്? കൈനറ്റിക് ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം ആയിരിക്കും. എക്സ് സീറോ ആകുമ്പോൾ ഇത് മാക്സിമം ആവും. ഇനി എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു 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 വരും. ഇനി എക്സ്ട്രീം പൊസിഷൻ എടുത്ത് നോക്കുക. എക്സ്ട്രീം പൊസിഷന്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്നാണ്. എക്സ് പ്ലസ് എയിലേക്ക് പോകും, ആംപ്ലിറ്റ്യൂഡ് ആണ് എ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ എന്നാവും, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ എന്നാവും.
അപ്പോൾ ഇവിടെ x is equal to plus a or minus a എന്ന് കൊടുത്താൽ പൊട്ടൻഷ്യൽ എനർജി എന്താവും ഹാഫ് കെ എ സ്ക്വയർ എന്നാവും. സോ ടോട്ടൽ എനർജി എപ്പോഴും ഹാഫ് കെ എ സ്ക്വയർ ആണ്. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആണ് ഹാഫ് കെ എ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ എനർജി. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി തീർച്ചയായിട്ടും സീറോ ആകണം. ഇവിടെ നോക്കൂ, x is equal to plus or minus a എന്ന് കൊടുത്താൽ പ്ലസ് എ ആയാലും മൈനസ് എ ആയാലും എക്സ് സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർ എന്നാവും. സോ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ. സോ അറ്റ് എക്സ്ട്രീം പൊസിഷൻസ്, at two extreme positions, the potential energy is maximum and kinetic energy is zero. At the equilibrium position, the potential energy is zero, kinetic energy is maximum. Okay, that's very very important. ഇനി ഇവ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ്. ഇതും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രാഫ് വരക്കാൻ ചോദിച്ചിട്ടുണ്ട്, വരച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഏതാണ് ടോട്ടൽ എനർജിയുടെ. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്, ഈ ഹൊറിസോണ്ടൽ ലൈൻ വയലറ്റ് കളറിലുള്ള. അത് മാറൂല. ഇത് എത്രയായിരിക്കും ഇതിന്റെ വാല്യൂ? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ ആണ് ഇതുവരെയുള്ള ഹൈറ്റ്. ഈ ഹൈറ്റ് ഇതാണ്. ഇതിൽ ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഏതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് എന്ന് ഐഡന്റിഫൈ എങ്ങനെയാണ്? ഈ ഐഡിയ വേണം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് നോക്കേണ്ടത് ഇക്വിലിബ്രിയം പൊസിഷൻ x is equal to 0 എന്നാണെന്ന് മനസ്സിലാക്കുക. x is equal to 0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ, അതായത് x is equal to 0യിൽ 0 ആകുന്ന ഗ്രാഫ് ഏതാണോ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ഈ ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരച്ച ഗ്രാഫ് നോക്കൂ, അത് ഇക്വിലിബ്രിയം x is equal to 0 ആകുമ്പോൾ 0 ആണ്. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ പിന്നെ മറ്റൊന്ന് കൈനറ്റിക് എനർജിയാണ്. അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ അപ്പൊ എന്താവും? മാക്സിമം ആവും. മാക്സിമം. So these are the two inverted parabolas represents the graph. ഈ ഗ്രാഫ് പല പരീക്ഷയ്ക്കും വരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയുടെ പുറത്താണെങ്കിലും there will be questions from outside focus area also. ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, കുറെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്കൊരു 60 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു 80 മാർക്ക് അല്ലെങ്കിൽ ഒരു 90 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ വരും. ബാക്കി ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയുടെ പുറത്തു നിന്നാണ്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ട്, എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ദിസ് ഗ്രാഫ്. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് എക്സിന് പകരം എന്ത് കൊടുത്തിട്ട് എഴുതാം? എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. എക്സ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒക്കെ ടൈമിലായി മാറും. അപ്പൊ ഇവിടെ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ഇവിടെ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. അല്ലെങ്കിൽ ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്, അല്ലെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇത് ഹാഫ് കെ സൈൻ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഇത് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാവും ഇക്വേഷൻ. അങ്ങനെയുള്ള ഗ്രാഫും വരക്കാം. സോ ദീസ് ആർ ദി ത്രീ ഇക്വേഷൻ. ഇത് നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റണം. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എനർജിയുടെ ഇക്വേഷൻസ് ആണ് മൂന്നെണ്ണം. ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ where a is the amplitude. So the total energy is proportional to the square of the amplitude. And in fact, all the energies are proportional to the squares of the displacement. ഇവിടെ x square proportional ആണ്, ഇവിടെ x square proportional ആണ്. Okay. ഇനി x is equal to sin omega t എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. u എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഫൈ അല്ല, ഒമേഗ ടി. ഫൈ 0 എന്ന് എടുക്കാം. കറക്റ്റ് ചെയ്തേക്കാം. സൈൻ ഒമേഗ ടി ഞാൻ പറഞ്ഞല്ലോ, ഫൈ 0 എന്ന് എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. തുടക്കം മുതലേ ഫൈ 0 എന്ന് എടുത്ത് പോരാം, ഒരു പ്രശ്നം അതിനില്ല. ഞാനത് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. സോ എ സൈൻ ഒമേഗ ടി. അപ്പോൾ യു ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ കോസ് ഒമേഗ ടി. ഇ എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ. ഇത് ഈ ടൈമിനനുസരിച്ചുള്ള ഗ്രാഫാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫാണ്. ഇത് നേരത്തെ വരച്ച അതേ ഗ്രാഫ്. ടോട്ടൽ എനർജി ഈ ബ്ലാക്ക് കളറിലുള്ളത് ഇക്വിലിബ്രിയം പൊസിഷനിൽ 0 വരുന്ന എനർജി. ഏതാണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ 0 വരുന്ന എനർജി? ഇവിടെ നോക്കിയാൽ മതി. എക്സ് 0 ആകുമ്പോൾ 0 ആവുന്ന യു ആണ്. സോ ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി യു ഓഫ് എക്സ്. ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി കെ എന്ന് കൊടുത്തത്. കെ എന്നാണ് നമ്മൾ കൊടുത്തത്, ഇവിടെ കെ കൈനറ്റിക് എനർജി. ഈ രണ്ട് ഗ്രാഫ് മനസ്സിലാക്കുക. കെ കൈനറ്റിക് എനർജി, യു പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. ഓക്കെ, ദാറ്റ്സ് ആൾ. ഇത്രയും പറയുന്നുള്ളൂ. ഒരുപാട് സമയം ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. രാവിലെ കുറച്ച് വൈകി തുടങ്ങാൻ, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഈ പറഞ്ഞ എനർജി ഇൻ SHM വളരെ പ്രധാനമാണ്. ഇന്ന് പഠിപ്പിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, മറക്കരുത്. ഗ്രാഫുകളും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, or else you can leave.